അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസുഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോഴെല്ലാം ചിന്തിക്കുന്ന ആളുകൾ അതിൽ നിന്ന് പല ഗുണപാഠങ്ങളും ഉൾക്കൊള്ളാറുണ്ട്. അത്തരത്തിലൊരു അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു വിദേശത്തുള്ള ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ചെന്ന സന്ദർഭത്തിൽ ഒരാളെ കാണുകയും അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ പരിചയമുണ്ടല്ലോ, അപ്പോൾ എവിടുന്നോ കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ തമ്മിൽ. ഞാൻ ഓർത്തു നോക്കി, അങ്ങനെ എവിടെന്നെങ്കിലും കണ്ടൊരു പരിചയം എനിക്കൊരിക്കലും തോന്നുന്നില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു പക്ഷേ ഏതെങ്കിലും പ്രഭാഷണങ്ങളോ സംസാരങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കണം. ഓ, അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ഓർമ്മ വന്നു, ഞാൻ സ്ഥിരമായി പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും കേൾക്കാറുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു പക്ഷേ ആ പ്രസംഗങ്ങളുടെ ആശയങ്ങളുടെ ഓർമ്മയിലായിരിക്കാം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒന്ന് സംസാരിക്കണം. അങ്ങനെ ആ വിശാലമായ ഹോട്ടലിൽ വലിയ തിരക്കൊന്നുമില്ലാത്തതുകൊണ്ട് തന്നെ അവിടെ ആളുകൾ ഭക്ഷണം കഴിക്കാത്തൊരു ഒഴിഞ്ഞ സ്ഥലത്തേക്കൊരു മൂലയിലേക്ക് എന്നെ കൈപിടിച്ചു കൊണ്ടുപോയി അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രശ്നം? ഒരു ഉംറയുടെ വേഷത്തിലായതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു, അതുകൊണ്ടായിരിക്കണം. അപ്പോൾ അദ്ദേഹത്തോട് എന്താണ് പ്രശ്നം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മകളെ കല്യാണം കഴിച്ചു കൊടുക്കാനും വീടുണ്ടാക്കാനും വേണ്ടി ഒരു 10 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടവ് തീരെ സാധ്യമായിട്ടില്ല. കാരണം ഇപ്പോൾ എനിക്ക് ഇഖാമയില്ല. ഞാൻ ഈ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഓണർ ഇഖാമ ശരിയാക്കി തരാമെന്ന് പറയുന്നു. അവർ ഇഖാമ ശരിയാക്കി തരും. പക്ഷെ അവർക്കും ഇപ്പോൾ കച്ചവടത്തിൻ്റെ ചെറിയ ഷോർട്ടേജ് ഉണ്ട്, ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടാണ് അവർ ശരിയാക്കി തരാത്തത്. അപ്പോൾ അതുകൊണ്ട് ഈ അടവുകൾ തെറ്റിപ്പോയാൽ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ എത്ര വലിയ ദുരന്തമായിരിക്കും സംഭവിക്കുക. ആലോചിച്ചിട്ട് വളരെ മനപ്രയാസമുണ്ട്. എല്ലാം ഒന്ന് ശരിയാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അള്ളാഹു അദ്ദേഹത്തിൻ്റെ വിഷമങ്ങൾ നീക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ. ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്, സത്യത്തിൽ ഇങ്ങനെ ഒരു ദുരന്തം അയാൾക്ക് എന്തുകൊണ്ട് വന്നു? ഒരു ലോൺ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഒരു അടിസ്ഥാന കാര്യങ്ങൾ നിർവഹിക്കാൻ ലോൺ വേണ്ടേ എന്നൊരു പക്ഷേ ചോദിക്കും. അങ്ങനെ ലോൺ എടുക്കാനുള്ളൊരു വഴി ഇല്ലെന്ന് വിചാരിക്കാം. അയാളുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കില്ലേ? മകളുടെ വിവാഹം നടക്കില്ലേ? എല്ലാം നടക്കും. അയാളുടെ സാമ്പത്തിക ശേഷിക്ക് അനുസരിച്ച് കൊണ്ടുള്ള ഒരു സംഖ്യ അവർക്ക് നൽകി അവരെ ആ വിവാഹം നടക്കും. അയാളുടെ സാമ്പത്തിക അവസ്ഥയ്ക്ക് അനുസരിച്ചുള്ളൊരു വീട് എന്തെങ്കിലുമായിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ കടമെടുക്കുമ്പോൾ, ലോൺ എടുക്കുമ്പോൾ അതിൻ്റെ എത്രയോ ഇരട്ടി അടക്കണം. ഇനി അത്തരം ഒരു കടത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് ഏറ്റവും പ്രയാസകരമായ കാര്യമായിരിക്കും. ആ സമയത്തിൽ ഇപ്പോൾ വീട് വിൽക്കും, പറമ്പ് വിൽക്കും, ആഭരണങ്ങൾ വിൽക്കും. അതൊക്കെ നേരത്തെ ചെയ്യുമ്പോൾ അതിൻ്റെ പകുതി പൈസ മതി, പലിശ അടക്കുകയും വേണ്ട. നമ്മൾ അത്തരമൊരു പലിശയ്ക്ക് വേണ്ടി തീരുമാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇത് തെറ്റാണെന്ന് വരുമല്ലോ, നിഷിദ്ധമാണെന്ന് വരുമല്ലോ, ഇത് നരകത്തിലേക്കുള്ള വഴിയാണെന്ന് ഓർമ്മ വരുമല്ലോ. അവിടെ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ, ആ ശ്രമം ഉപേക്ഷിച്ചാൽ അത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയായിരിക്കും. പലപ്പോഴും ജീവിത പ്രതിസന്ധികളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെ നമ്മൾ ശരിയായി പരിഹരിച്ചാൽ വലിയ ദുരന്തങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാനാവും. നമ്മൾ എത്തിപ്പെടുന്ന മിക്കവാറും ദുരന്തങ്ങളെല്ലാം നമ്മൾ നേരത്തെ തെറ്റിച്ചൊരു നിയമലംഘനത്തിൻ്റെയോ അല്ലെങ്കിൽ അപക്വമായൊരു തീരുമാനത്തിൻ്റെയോ ഒക്കെ ഭാഗമായിട്ടാകാം. ആ സന്ദർഭത്തിൽ പക്വമായി ചിന്തിക്കുകയും മതപരമായി നീങ്ങുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇത്തരം ദുരന്തങ്ങളെ നമുക്ക് ഒഴിവാക്കാനാകും. നമ്മുടെ മക്കൾ പല പ്രതിസന്ധികളിലും വരുമ്പോൾ പ്രശ്നപരിഹാരത്തിന് വേണ്ടി നമ്മൾ വരാറുണ്ട്. അവൾക്കൊരു അഫയർ ഉണ്ടായി, അവനൊരു അഫയർ ഉണ്ടായി, അത് ഞങ്ങൾക്ക് നടത്താൻ പറ്റാത്തതാണ്, അത് അന്യമതസ്ഥനാണ്, അന്യമതസ്ഥയാണ്, ഇനി എന്ത് ചെയ്യും? അങ്ങനെ ചോദിച്ചു വരുന്ന അതൊരു വലിയ പ്രതിസന്ധിയാണ് ജീവിതത്തിൽ. അതൊരു പ്രശ്നമാണല്ലോ. ഈ പ്രശ്നം ഉണ്ടാവാതെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയുമായിരുന്നു. എൻ്റെ മകൻ ലഹരിക്കടിമയാണ്, അവൻ്റെ പഠനം നിന്നിരിക്കുന്നു, ഞാൻ അവനെ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുകയാണ്, ഇനി ഞാൻ അവനെ എങ്ങനെ ചികിത്സിക്കും? ചോദിക്കുന്ന രക്ഷിതാക്കളുണ്ട്. എൻ്റെ മോൾ ഇപ്പോൾ ഒരു ലിബറൽ ചിന്താഗതിയാണ്. അവൾ വിവാഹം വേണ്ടെന്ന് പറയുന്നു, ദൈവമില്ലെന്ന് പറയുന്നു, മതം വേണ്ടെന്ന് പറയുന്നു, മക്കനെ വേണ്ടെന്ന് പറയുന്നു. അവളുടെ ചിന്താഗതി മാറിയിരിക്കുന്നു. അവളുടെ ചിന്താഗതി എങ്ങനെ തിരിച്ചു പിടിക്കാം? ഇത്തരം ചോദ്യങ്ങളൊക്കെ, ഇത്തരം പ്രശ്നങ്ങളിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പ് ഇതിനൊക്കെ പരിഹാരങ്ങളില്ലേ സുഹൃത്തുക്കളെ?
തീർച്ചയായും നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായ കാര്യങ്ങൾ, ആവശ്യമായ സന്ദർഭങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതിനെല്ലാം മാതാപിതാക്കളെ കൊണ്ട് പറ്റിക്കൊള്ളണമെന്നില്ല. ഇന്നത്തെ സമൂഹത്തെയും കുട്ടികളുടെ പ്രായത്തെയും മാനസികാവസ്ഥയും അവർ സോഷ്യൽ മീഡിയയിൽ അവരെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ അതേ പ്രായത്തിലുള്ള കുട്ടികൾ ഓർഗനൈസ് ചെയ്യുന്ന ധാരാളം പ്രോഗ്രാമുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, അതേപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് വേണ്ടി, പെൺകുട്ടികൾക്ക് മാത്രമായി, അതേപോലെ തന്നെ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, അതേപോലെ പ്രൊഫഷണലായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി, അതേപോലെ അധ്യാപകന്മാർക്ക് വേണ്ടി എല്ലാം നടക്കുന്നുണ്ട്. അവിടെയെല്ലാം അവരോട് പറയേണ്ടതാണ് പറയുന്നത്. അത്തരം സന്ദർഭങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ജീവിതത്തിൽ നമ്മുടെ കുട്ടികൾക്ക് നല്ല അവസരങ്ങൾ സൃഷ്ടിക്കുവാനും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാനും നമ്മൾ ശ്രമിക്കാതെ പിന്നീട് വരുന്ന പ്രശ്നങ്ങളിൽ നമ്മൾ വിഷമിക്കുന്നതും കൗൺസിലർമാരെ അന്വേഷിക്കുന്നതും പരിഹാരം തേടുന്നതും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നതും കൊണ്ട് മാത്രം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു പോകുമോ എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മുടെ ഭാഗം നമ്മൾ ശരിയാക്കേണ്ടതില്ലേ എന്ന് ചിന്തിക്കൂ. അത്തരത്തിൽ കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാം.